നീചസ്ഥാനത്ത് വഴിയോ പ്രധാന വാതിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ ദുർമരണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാത്ത പക്ഷം അവിടെ നിത്യരോഗികളുണ്ടാവുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ പരിസരത്തുള്ള ഗൃഹത്തിലോ ഇത് പരിശോധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. അത് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് കൂടി അനുകൂലമാകാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് കിഴക്ക് ദിക്കിൻ്റെ ഗുണദോഷ ഫലങ്ങളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദിക്കാണ് കിഴക്ക് ദിക്ക്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനാധാരമായ ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉറവിടമാണ് കിഴക്ക് ദിക്ക്. ജീവജാലങ്ങൾക്ക് ആവശ്യമായ പ്രാണശക്തി ലഭിക്കുന്നത് കിഴക്ക് ദിക്കിൽ നിന്നാണ്. ഈ ദിക്കിലേക്ക് നോക്കി നിന്നുകൊണ്ടാണ് എല്ലാ അനുഷ്ഠാനങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്ക് ദിക്കിനെ വിശുദ്ധ ദിക്കായിട്ടാണ് കണക്കാക്കുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, ഉദ്യോഗം ഇതിൻ്റെ എല്ലാം പുരോഗതി സൂചിപ്പിക്കുന്ന ദിക്കാണ് കിഴക്ക് ദിക്ക്. ജ്യോതിഷപ്രകാരം കിഴക്ക് ദിക്കിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ ആരോഗ്യത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ആത്മവീര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. വാസ്തുശാസ്ത്രവിധി പ്രകാരം കിഴക്ക് ദിക്കിൽ വരുന്ന നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഏകയോനിയിൽ വരുന്ന ചുറ്റളവിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകയോനിക്ക് ദ്വിജയോനി എന്നും ഗരുഡയോനി എന്നും മറ്റു പേരുകളുണ്ട്. ഓരോ ദിക്കിനും അതാതിന് വിധിച്ചിട്ടുള്ള ദിഗ്യോനികൾ പ്രകാരമാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്താറുള്ളത്. ഓരോ ദിഗ്യോനികൾക്കും പക്ഷിമൃഗാദികളുടെ പേരുകളാണ് വാസ്തുശാസ്ത്രം അവലംബിച്ചിട്ടുള്ളത്. ഏകയോനി എന്നത് ഒന്നായി നിലകൊള്ളുന്നത് ഏകത്വം എന്നുമാണ്. കിഴക്ക് ദിക്ക് ആരംഭത്തിൻ്റെയും ശുദ്ധിയുടെയും ഉദയത്തിൻ്റെയും പ്രതീകമാണ്. സൂര്യൻ്റെ ഉദയത്തോടുകൂടി പുതിയ ദിവസം ആരംഭിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ഉണർവിനും ഈ ദിക്ക് നല്ലതാണെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ധ്വജയോനി എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കാം. ധ്വജം എന്നാൽ കൊടി, പതാക എന്നൊക്കെ പറയാം. മുൻകാലങ്ങളിൽ രാജാവോ സൈന്യമോ മുന്നോട്ടു പോകുമ്പോൾ അവിടെ കൊടി ഉയർത്തിയിരിക്കും. വീടിൻ്റെ കിഴക്ക് ഭാഗം ഉണർവിനും വിജയത്തിനും നല്ലതായിട്ടാണ് വാസ്തുശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. ഗരുഡയോനി എന്നൊരു പേര് കൂടിയുണ്ട്. ഗരുഡൻ ശക്തിയുടെയും ആത്മവീര്യത്തിൻ്റെയും പ്രതീകമാണ്. ഗരുഡൻ വിഷ്ണുദേവന്റെ വാഹനം കൂടിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിൽ സ്ഥിതി എന്നത് വിഷ്ണുദേവനാണ്. അതായത് നിലനിൽപ്പ് വിഷ്ണുദേവനിലൂടെയാണ്. ഭക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും ദിക്കായിട്ടാണ് കിഴക്ക് ദിക്കിനെ പരിഗണിക്കപ്പെടുന്നത്. ഗരുഡൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ആ ദിക്ക് വലിയ പുരോഗതിക്ക് കാരണമാകുന്നു എന്നുകൂടിയാണ്. കിഴക്ക് ദിക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ദിക്കിൽ ഉത്തമമാണ്. എല്ലാവിധ പോസിറ്റീവ് എനർജിയും ലഭിക്കുവാൻ അത് കാരണമാകും. ആരോഗ്യവും സമ്പത്തും ലഭിക്കുവാൻ ഇത് വളരെ ഉപകാരപ്രദമാകും. കിഴക്ക് ദിക്കിൽ വലിയ കെട്ടിടങ്ങൾ, വലിയ വൃക്ഷങ്ങൾ, അതുപോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകരുത്. അതായത് പ്രഭാത സൂര്യനെ മറയ്ക്കുന്ന വിധം ഒരു തടസ്സങ്ങളും ഉണ്ടാകരുത്. അത് നമ്മുടെ എല്ലാവിധ പുരോഗതിയെയും തടസ്സപ്പെടുത്തും. ആരോഗ്യത്തെ നശിപ്പിക്കും, ധനനാശമുണ്ടാക്കും. അതേപോലെ തന്നെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന പൂജാമുറി ഗൃഹവാസികളെ ആത്മീയ വളർച്ചയെ സഹായിക്കുമെന്നുള്ളതാണ്. കിഴക്ക് ദിക്കിൽ നിന്നുള്ള അനുകൂല ഊർജത്തെ നേടിയെടുക്കുവാൻ ചില ദൈവിക പരിഹാരങ്ങൾ ഇവിടെ പറയാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക, സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യോദയ സമയത്തോ ബ്രഹ്മമുഹൂർത്തത്തിലോ സൂര്യ നമസ്കാരം ചെയ്യുക.
അത് നമ്മുടെ ശാരീരിക മാനസിക ഉയർച്ചയെ സഹായിക്കും. അതുപോലെ തന്നെ സൂര്യമന്ത്രം ജപിക്കുക, അത് നമ്മുടെ ബുദ്ധിവികാസത്തിനും ആത്മധൈര്യത്തിനും കാരണമാകും. കിഴക്ക് ദിശയിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കുക, അതായത് പ്രഭാത സൂര്യനെ നമുക്ക് കിട്ടണം, ആ നിലയിലേക്ക് ക്രമീകരിക്കണമെന്നാണ്. അതുപോലെ കിഴക്ക് നോക്കി ആഹാരം കഴിക്കുക. മറ്റു ദിക്കുകളിലേക്കിരുന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാൾ ഗുണസമ്പൂർണമായിരിക്കും കിഴക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന് ആഹാരം കഴിക്കുന്നത്. കിണറോ മറ്റ് ജലാശയങ്ങളോ കിഴക്ക് ദിക്കിൽ വരുത്തുക, അത് നിങ്ങളുടെ ധനാഭിവൃദ്ധിയെ പുഷ്ടിപ്പെടുത്തും. കിഴക്ക് ദിക്കിൽ എന്തൊക്കെയാകാം എന്ന് നമുക്ക് നോക്കാം. കിഴക്ക് ദിക്ക് പ്രധാനമായും താഴ്ന്നിരിക്കണം, പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കണം. അപ്പോൾ കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കിണർ, ജലാശയം ഇതൊക്കെ കിഴക്ക് ഭാഗത്ത് വരാവുന്നതാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് കിണർ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും കിണറിന് ഉത്തമ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ പറമ്പാണെങ്കിൽ അവിടെ രാശി തിരിച്ച് മീനം, മേടം, ഇടവം എന്നീ രാശികളിൽ കിണർ കുഴിക്കാം. അതിൽ മീനൻ രാശിയാണ് ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെറിയ പറമ്പുകളിലാണ് ഗൃഹം നിർമ്മിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിഴക്ക് വടക്കായി വരുന്ന ഈശാന്യത്തിൽ കിണറിന് സ്ഥാനം നിശ്ചയിക്കാം. ചില പറമ്പുകളിൽ കിണറിന് പോലും സ്ഥലം തികയാത്ത ഒരവസ്ഥ ചില ഘട്ടങ്ങളിൽ വരാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ നമുക്ക് ഒരു ചെറിയ വെള്ളത്തൊട്ടി ക്രമീകരിച്ചുകൊണ്ട് അതോടെ മീൻ വളർത്തുകയോ താമര വളർത്തുകയോ ചെയ്താൽ ജലസാന്നിധ്യം വരുന്നതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ധനാഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ്, സെപ്റ്റി ടാങ്ക് ഇതുപോലെയുള്ള ജലസാന്നിധ്യം വരുന്ന അശുദ്ധമായ ഒന്നും തന്നെ ഉണ്ടാകരുത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അടുക്കളയ്ക്ക് കിഴക്ക് ഭാഗത്ത് ഉത്തമ സ്ഥാനമാണ്. തെക്ക് കിഴക്ക് അഗ്നി അധിപനായുള്ള അഗ്നികോണിലാണ് അടുക്കളയ്ക്ക് ഉത്തമ സ്ഥാനം. കിഴക്ക് ദർശനമായൊരു ഗൃഹമാണെങ്കിൽ നമുക്ക് വടക്ക് ഭാഗത്ത് പടിഞ്ഞാറിലേക്ക് മാറ്റി രണ്ടാം സ്ഥാനമായ വായു കോണിൽ പുറത്തേക്ക് തള്ളി അടുക്കള നിർമ്മിക്കാം. എവിടെയായാലും പ്രഭാത സൂര്യനെ അടുക്കളയിൽ പതിയുന്ന രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം അടുക്കളയുടെ നിർമ്മാണം. ഇന്ന് കേരളത്തിൽ കിഴക്ക് വടക്ക് ഈശാന്യത്തിലാണ് അടുക്കളയൊക്കെ നിർമ്മിച്ച് കാണുന്നത്. അവിടെ തുറസായി വരേണ്ട സ്ഥലമാണ്. അതായത് അടുക്കള വന്നു കഴിഞ്ഞാൽ അവിടെ തുറസായ സ്ഥലം വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കിഴക്ക് വടക്ക് ഭാഗത്ത് അടുക്കള ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ദർശനമായൊരു വീടാണെങ്കിൽ കിഴക്ക് ദിക്കിൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കണം പ്രധാന വാതിൽ. ഉച്ചസ്ഥാനം എന്ന് പറയുമ്പോൾ കിഴക്ക് ദിക്കിനെ രണ്ടായി വിഭജിച്ചാൽ, അതായത് തെക്ക് വടക്കുള്ള നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ വടക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം. അവിടെ ആയിരിക്കണം പ്രധാന വാതിൽ സ്ഥാപിക്കേണ്ടത്. സിറ്റൗട്ടും ആ ഉച്ചസ്ഥാനത്ത് തന്നെ സ്ഥാപിക്കണം. അപ്പോൾ പ്രധാന വാതിലും അവിടെ തന്നെ വരും. ഗേറ്റ് സ്ഥാപിക്കുമ്പോഴും ഉച്ചസ്ഥാനത്തായിരിക്കണം. പറമ്പിനെ രണ്ടായി വിഭജിച്ചാൽ എന്ന് പറയുന്നത് തെക്ക് വടക്ക് നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ വടക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം. ആ ഉച്ചസ്ഥാനത്ത് ഗേറ്റും സ്ഥാപിക്കാം. തെക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗം നീചസ്ഥാനമാണ്. അവിടെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിലോ ഗേറ്റോ ഒരു കാരണവശാലും കൊടുക്കരുത്. നീചസ്ഥാനത്ത് വഴിയോ പ്രധാന വാതിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ ദുർമരണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാത്ത പക്ഷം അവിടെ നിത്യരോഗികളുണ്ടാവുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ പരിസരത്തുള്ള ഗൃഹത്തിലോ ഇത് പരിശോധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. അത് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് കൂടി അനുകൂലമാകാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക. പൂജാമുറിക്ക് സ്ഥാനം
കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നെങ്കിൽ നമുക്ക് കിഴക്ക് ദർശനമായൊരു ഗ്രഹമാണെങ്കിൽ കിഴക്കിൻ്റെ ഉച്ചസ്ഥാനത്തിൽ സ്ഥാപിക്കാം. കിഴക്കോട്ട് സൂര്യനെ അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്ന നിലയിലായിരിക്കണം പൂജാമുറിയുടെ സ്ഥാനം. അതുപോലെ തന്നെ കിടപ്പുമുറികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല, എങ്കിൽ പോലും പ്രധാന കിടപ്പുമുറി ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കിഴക്ക് ഭാഗത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അഥവാ അങ്ങനെ കൊടുക്കേണ്ടി വന്നാലും ഉച്ചസ്ഥാനമായ കിഴക്കിൻ്റെ വടക്കിലേക്ക് ഒരു കാരണവശാലും സ്റ്റെയർ കേസ് നിർമ്മിക്കരുത്. കാർ പോർച്ച് നിർമ്മിക്കുമ്പോൾ ഉച്ചസ്ഥാനത്ത് ഒരു കാരണവശാലും കാർ പോർച്ച് നിർമ്മിക്കരുത്. അവിടെ കാർ പോർച്ച് നിർമ്മിച്ചാൽ ആ വാഹനം വരുമ്പോൾ തന്നെ അവിടെ ഭാരം വരികയാണ്. അപ്പോൾ അതിനാൽ അവിടെ കാർ പോർച്ച് വരാതിരിക്കുന്നതാണ് നല്ലത്. നീചസ്ഥാനത്ത് കിഴക്കോട്ട് തള്ളി നമുക്ക് കാർ പോർച്ച് നിർമ്മിക്കാം. ഗൃഹത്തിനുള്ളിലേക്ക് കയറി വരത്തക്ക രീതിയിൽ കാർ പോർച്ച് നിർമ്മിക്കരുത്. അത് ഗൃഹത്തിന് മൂലയില്ലാത്ത ഒരവസ്ഥയായി മാറും. ചതുരശ്രമായ വീടാണ് ഉത്തമമെന്നാണ് ശാസ്ത്രം വിധിച്ചിരിക്കുന്നത്. അതുപോലെ മതിൽ നിർമ്മിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തെ മതിൽ പടിഞ്ഞാറ് ഭാഗത്തെ മതിലിനേക്കാൾ ഉയരം കുറവായിരിക്കണം. അതായത് കിഴക്ക് ഭാഗത്ത് മതിൽ കെട്ടുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാൾ താഴ്ന്നു നിൽക്കണം. അല്ലാത്ത പക്ഷം പടിഞ്ഞാറ് ഭാഗത്ത് ഉയർത്തി കെട്ടണം. കിഴക്ക് ഭാഗത്ത് കൂടുതൽ കാലിസ്ഥലം വരത്തക്ക രീതിയിലായിരിക്കണം അവിടെ മുറ്റം ക്രമീകരിക്കേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്ത് കാലിയായ സ്ഥലം കുറവായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ആ ഗൃഹത്തിൽ സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവുകയില്ല. അതുപോലെ ഉദ്യാനം നിർമ്മിക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് ഉത്തമ സ്ഥാനമാണ്. അവിടെ ഉയരമുള്ള ചെടികളൊന്നും പരിപാലിക്കരുത്. ഉയരത്തിലുള്ള ചെടികളെ ഒന്നും കിഴക്ക് ഭാഗത്ത് പരിപാലിക്കാതിരിക്കുക. അതുപോലെ വലിയ വൃക്ഷങ്ങൾ സൂര്യനെ മറയ്ക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാകരുത്. മറ്റ് നിർമ്മിതികളും ഉണ്ടാകരുത്. കിഴക്ക് ഭാഗത്ത് വൃക്ഷങ്ങളെ ശാസ്ത്രം വിധിച്ചിരിക്കുന്നത് പൂവിരിഞ്ഞിയും പേരാലുമാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ പറയുന്ന വൃക്ഷങ്ങളൊന്നും പരിപാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിവതും നമ്മൾ പ്രഭാത സൂര്യനെ മറയ്ക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകാതെ കിഴക്ക് ഭാഗം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് കിഴക്ക് ഭാഗത്ത് ഭാരം വരുന്ന ഒന്നും ഉണ്ടാകരുത്. അതേപോലെ ഉയരമുള്ളതും ഉണ്ടാകരുത്. അതായത് വൃക്ഷങ്ങൾ, മറ്റ് കെട്ടിടങ്ങൾ. നമുക്കത് ഈ പറയുന്നുവെങ്കിലും സിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായും പാലിക്കാൻ കഴിയില്ല. എല്ലായിടത്തും ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അതാത് ഇടത്തെ സാഹചര്യം പോലെ ചെയ്യുക. കിഴക്ക് ദിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.